കണ്ണൂരിൽ നിന്നൊരു വാർത്ത വരുന്നു. 2ാം ക്ലാസ് വിദ്യാർത്ഥി അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതി. പട്ടാന്നൂർ യു പി സ്കൂളിലെ അധ്യാപകൻ വിപിനെതിരെയാണ് പരാതി. വേഗത്തിൽ എഴുതാത്തതിന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ആശുപത്രിയിലെ പരിശോധനയിൽ കുഞ്ഞിന്റെ പുറത്ത് ചതവ് കണ്ടെത്തി. മാഷ് ബോർഡുമ്മൽ എഴുതിയത് കുട്ടി സ്പീഡിൽ ബുക്കിൽ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചാൽ അങ്ങനെ കാര്യമായിട്ട് അടിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു തവണയല്ല കുട്ടീനെ അടിച്ചത്, 4 പ്രാവശ്യം അടിച്ചത്. അപ്പോൾ അടിച്ച് തന്ന് ഈ ഭാഗത്ത് നടുവിൻ്റെ ഭാഗത്ത് വേദനയുണ്ടേനു, പിന്നെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തുള്ള വേദന കുട്ടിക്ക് മാറുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പോയി ഡോക്ടറെ കാണിച്ചു തിങ്കളാഴ്ച. പിന്നെ അടിക്കാൻ മാത്രമല്ല, ഏത് ചെവിക്കിട്ട് പിടിച്ചിട്ട് ചെവിയെല്ലാം നല്ല നീല കളറായിട്ടുണ്ടായിരുന്നു, നീരും വന്നിനേനു. ഇവൻ കളിച്ചിട്ട് വന്നാൽ ഇവന് പുറത്ത് നീര് വെക്കുന്നുണ്ട്, സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം. അപ്പോൾ കൊണ്ടുപോയി കാണിച്ചു. 22-ാം തീയതിയാണ് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ ലേറ്റായിപ്പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെന്താ നിങ്ങൾ ഇത്ര ലേറ്റാക്കിയെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് പനീൻ്റെ ആയിരിക്കും, അതിന് മുന്നേ പനിയും വന്നേനെ കുട്ടിക്ക്. അപ്പോൾ അതിൻ്റെ ആയിരിക്കും നമ്മൾ കരുതിയ, ഇത്ര മാത്രം അടിച്ചെന്നൊന്നും വിചാരിച്ചിട്ടില്ല. അർജുൻ കല്യാട് ചേരുകയാണ്. അർജുൻ, എന്തായാലേ കുട്ടികൾ ചിലപ്പോൾ വേഗത്തിൽ എഴുതും, ചിലപ്പോൾ മടി പിടിച്ചിരിക്കും, അതൊക്കെ സ്വാഭാവികമാണ്. 2ാം ക്ലാസ്സുകാരനായിട്ടേ ഉള്ളൂ. ബോർഡിൽ നോക്കി വേഗത്തിൽ എഴുതിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ക്രൂരമായി എങ്ങനെയാണ് മർദ്ദിക്കുക? നോക്കൂ, പുറത്ത് ചതവൊക്കെ കണ്ടെത്തിയിരിക്കണം. എക്സ്റേ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിനീത, തീർച്ചയായിട്ടും ഈ അധ്യാപകന്റെ ഭാഗത്തു നിന്നും ക്രൂരമായ മർദ്ദനം തന്നെയാണ് ഉണ്ടായത് എന്ന് ആ എക്സ്റേയിൽ നിന്ന് തന്നെ മനസ്സിലാവും. ജൂൺ 16-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ അന്നേ ദിവസം തന്നെ കുട്ടി വീട്ടിലേക്ക് വന്ന ഈ അമ്മയോട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്, മാഷിനെ അടിച്ചിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ അമ്മ അപ്പോഴും ഇത്തരം ഒരു ക്രൂരമായിട്ടുള്ള മർദ്ദനം ഇത്തരം അധ്യാപകരുടെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് ഒരു ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതിനുശേഷം പിന്നീട് ഈ കുട്ടി അന്ന് രാത്രി കിടന്നു. തൊട്ടടുത്ത ദിവസം ഉറങ്ങാൻ നിൽക്കുന്നത് രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് ഉറങ്ങാൻ വേണ്ടി കഴിയാതെ വലിയ രീതിയിൽ വേദനപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ സങ്കടപ്പെടുന്ന ഒരു കാഴ്ച കാണുകയും അതിനുശേഷമാണ് പിന്നീട് ആശുപത്രിയിലേക്ക് എത്തി ഡോക്ടറെ കാണുകയൊക്കെ ചെയ്തത്. പിന്നീട് ഡോക്ടറെ കണ്ട് എക്സ്റേ ഒക്കെ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഈ പുറത്തിൻ്റെ ഭാഗത്ത് ഇത്തരം ചതവുകൾ ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഡോക്ടറാണ് പിന്നീട് ഈ കുട്ടിയോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അതായത് എന്താണ് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഒരു പരിക്ക് വരാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോൾ കുട്ടിയാണ് ഡോക്ടറോട് പറയുന്നത്, ഇങ്ങനെ ക്ലാസ്സിൽ വെച്ച് അധ്യാപകൻ അടിച്ചിരുന്നു, സ്പീഡിൽ എഴുതാത്തതിൻ്റെ കാരണത്തിലാണ് ഇങ്ങനെ മർദ്ദിച്ചിരുന്നത് എന്നുള്ള കാര്യമൊക്കെ ഈ ഡോക്ടറാണ് പറയുന്നത്. പിന്നീട് ഡോക്ടർ തന്നെ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്കും ചൈൽഡ് ലൈനിലേക്കും ഒക്കെ ഇൻറ്റിമേഷൻ നൽകുകയായിരുന്നു. പട്ടാന്നൂർ യു പി സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. 2ാം ക്ലാസ്സിൽ എന്നൊക്കെ പറയുമ്പോൾ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ എഴുതാനൊക്കെ ഒന്ന് അത്രയും വേഗതയായി വരുന്നേ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആദ്യം തന്നെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ ചേരുന്ന കുട്ടികൾ പെട്ടെന്ന് വളരെ വേഗത്തിൽ ഒരു അധ്യാപകൻ ബോർഡിൽ എഴുതുന്ന അതേ വേഗത്തിൽ കുട്ടികൾ ഒരു കാരണവശാലും എഴുതില്ലല്ലോ. അപ്പോൾ അത്തരം ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യാപകൻ മർദ്ദിച്ചതെന്നാണ് കുട്ടി ഉൾപ്പെടെ പറയുന്നത്. പട്ടാന്നൂർ യു പി സ്കൂളിലുള്ള അധ്യാപകൻ വിപിനെതിരെയാണ് രക്ഷിതാക്കൾ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ചൈൽഡ് ലൈനിൽ നിന്നും ആളുകൾ എത്തി ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ പരാതി നൽകും എന്നുള്ളതാണ് ഇപ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിലും ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനം തന്നെയാണ് ഈ കുട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അധ്യാപകനെതിരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ, പരാതികളൊക്കെയാണ് ഇപ്പോൾ രക്ഷിതാക്കളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. കുട്ടിയുടെ ദേഹത്ത് പരിക്കുകളുണ്ട്, പുറത്തും അതുപോലെ തന്നെ കൈയുടെ ഭാഗത്തുമൊക്കെ വലിയ രീതിയിലുള്ള വേദന കുട്ടിക്കുണ്ടായിരുന്നു. ചതവുകൾ ഉണ്ടായതിൻ്റെ എക്സ്റേ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടാണ് ഈ രക്ഷിതാക്കൾ പരാതി പറയുകയും ചെയ്തിരിക്കുന്നത്. എന്നാലും വലിയ വേദനയാണ് കുട്ടി സഹിച്ചിരിക്കുന്നത്. ഈ അധ്യാപകനെതിരെ കർശനമായിട്ടുള്ള നടപടി വേണം എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ പരാതി അല്ലെങ്കിൽ ആവശ്യം. വിനീത, ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.